ആറളത്ത് പുഴയിൽ അവശനിലയിൽ കണ്ടെത്തിയ മലമാനിന് ചികിത്സ നൽകി വനപാലകർ. കൊമ്പിന്റെ അടിഭാഗത്തുണ്ടായ മുറിവ് വ്രണമായി മാറിയതോടെയാണ് മാനിന് അവശത അനുഭവപ്പെട്ടത്. ഓടന്തോട് പുഴയോരത്താണ് മലമാനിനെ അവശനിലയിൽ കണ്ടെത്തിയത്. പുഴയുടെ നടുവിൽ അനങ്ങാതെ കിടക്കുന്ന മാനിനെ കണ്ട നാട്ടുകാർ ഉടൻ വനവകുപ്പിൽ വിവരമറിയിക്കുകയായിരുന്നു. വനപാലകർ നടത്തിയ പരിശോധനയിൽ ഇടതുകൊമ്പിന്റെ അടിഭാഗത്ത് മുറിവ് കണ്ടെത്തി. കൊമ്പ് പൊഴിയുന്ന സമയമായതിനാൽ മുറിവിൽ പുഴു അരിച്ച നിലയിലായിരുന്നു. വേദന കടുത്തതോടെ മാൻ പുഴയിലെ വെള്ളത്തിൽ അഭയം തേടിയെന്നാണ് കരുതുന്നത്. മാനിനെ കരക്കെത്തിച്ച് വനപാലകർ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. മുറിവിലെ പുഴുക്കളെ നീക്കം ചെയ്ത ശേഷം മരുന്ന് വെച്ച് കെട്ടി. നിലവിൽ വനപാലകരുടെ നിരീക്ഷണത്തിലാണ് മലമാൻ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ഫെലിക്സ് പുളിക്കൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. ഫെലിക്സ്, കഷ്ടം, അതിന് എന്തോരം വേദനയുണ്ട് എന്നുള്ളതല്ലേ? അത് ഈ വനപാലകർ അതിനെ പരിപാലിക്കുന്ന സമയത്ത് അത് മിണ്ടാതെ നിന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മാനിനെ ഇവർ നിരീക്ഷിക്കുന്നുണ്ടല്ലേ? ഈ കൊമ്പ് പൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലേ ഇവർക്ക്? കഴിഞ്ഞ ദിവസമാണ് ഓടന്തോട്, അതായത് പുഴയുടെ നടുവിൽ ഈ പറയുന്ന മലമാനിനെ കാണുന്നത്. അത് അവിടെ തന്നെ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടാണ് വനപാലകരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ അവരെത്തി നോക്കുമ്പോൾ ഈ മലമാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൊമ്പ് പൊഴിയുന്നൊരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്തിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ മുറിവ് ഇതിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മുറിവിലേക്ക് അത് വ്രണമായി ഇൻഫെക്ഷൻ ഉണ്ടായി. അങ്ങനെയാണത് അതിന് വേദന സഹിക്കാതെ വയ്യാതെ അത് ഈ പുഴയിൽ തന്നെ കിടക്കുന്നു എന്നതാണ് വനപാലകർ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിനടുത്ത് എന്നാൽ ഇതിന് കൊമ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആക്രമിക്കാൻ വന്നാൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് വേദനയുള്ളത് കൊണ്ട് ആ രീതിയിലൊന്നും അത് പ്രതികരിച്ചില്ല. അങ്ങനെ വനപാലകർ അവിടെ എത്തി ആ മുറിവ്, അതിൽ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി അങ്ങനെ മരുന്നൊക്കെ വെച്ച് കെട്ടിവെച്ചു. അങ്ങനെ ഈ മാൻ ആ പരിസരത്ത് തന്നെ പിന്നീട് പുഴയിൽ നിന്നും മാറി ഉണ്ട്. അപ്പം പരമാവധി അവരെ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ മാനിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി മരുന്ന് നൽകണം. നമുക്കറിയാം, നമുക്ക് പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് ആനയ്ക്ക് അതിൻ്റെ മസ്തകത്തിന് സമീപത്തായിട്ട് വലിയ മുറിവുണ്ടാവുകയും പിന്നീട് അത് വ്രണമായി മാറുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് നമ്മൾ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടിയൊക്കെയാണ് അതിന് മരുന്ന് നൽകി ആ രീതിയിൽ കൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഈ വേദന സഹിക്കാതെ വരുന്നു. പക്ഷെ മരുന്ന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു പ്രാഥമിക ശുശ്രൂഷ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ പിന്നീട് നൽകാം എന്നതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്വാഭാവിക ശരി, എന്തായാലും നിരീക്ഷണം തുടരട്ടെ. പെട്ടെന്ന് തന്നെ ആ മാന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ?